പ്രഖ്യാപനങ്ങൾ മാത്രം നടക്കുകയും പ്രായോഗികമായി ഒന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയും തട്ടിപ്പിന്റെയും നുണകളുടെയും മായാജാലം മാത്രം. കേരളത്തിലെ നഴ്സിംഗ് മേഖലയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നടപ്പിലാക്കേണ്ടിയിരുന്ന ശമ്പള വർധനവ് അധികാരികൾ ബോധപൂർവം വൈകിപ്പിച്ചപ്പോൾ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അഥവാ UNA തങ്ങളുടെ പോരാട്ടം തെരുവിലേക്ക് മാറ്റിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സമരത്തെ നയിക്കുന്ന ജാസ്മിൻ ഷായ്ക്കും അതിൽ പങ്കെടുക്കുന്ന ഓരോ നഴ്സുമാർക്കും വലിയ ജനപിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമരത്തെ തകർക്കാൻ വർഗീയതയുടെ വിഷം കലർത്താനാണ് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. ഇതിൽ എന്ത് വർഗീയതയാണുള്ളത്? പാവപ്പെട്ട നഴ്സുമാർക്ക് അർഹമായ ശമ്പളം നൽകുക എന്നത് മാന്യമായ ഒരു തൊഴിൽ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ? കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ ഏതൊരാളും അമ്പരന്ന് പോകും. അതിഥിതൊഴിലാളികൾ പോലും ഒരു ദിവസം 1000-ഉം 1200-ഉം രൂപ കൂലി വാങ്ങുന്ന നാടാണിത്. എന്നാൽ അവരെക്കാളൊക്കെ എത്രയോ അധികം പഠിപ്പും നൈപുണ്യവും ഉത്തരവാദിത്വമുള്ള ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ലഭിക്കുന്നത് തുച്ഛമായ ശമ്പളമാണ്. ആശുപത്രികളിൽ പോയാൽ നഴ്സിംഗ് ചാർജ് എന്ന പേരിൽ രോഗികളിൽ നിന്ന് വലിയ തുക ഈടാക്കുന്നുണ്ട്. ആ തുക മാത്രം നഴ്സുമാർക്ക് ശമ്പളമായി നൽകിയാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. പക്ഷേ ആ പണം നഴ്സുമാരുടെ കൈകളിലേക്ക് എത്തുന്നില്ല. പകരം അത് ചെന്നെത്തുന്നത് ആശുപത്രി മുതലാളിമാരുടെ പോക്കറ്റിലേക്കാണ്. ബേസിക് സാലറി വർധനവിന് വേണ്ടിയാണ് നഴ്സുമാർ സമരം നടത്തുന്നത്. ഈ സമരത്തെയും ജാസ്മിൻ ഷായെയും ഒറ്റപ്പെടുത്താൻ ചിലർ ബോധപൂർവം വർഗീയത പറഞ്ഞു പരുത്തുകയാണ്. ജാസ്മിൻ ഷാ ഒരു മുസ്ലിം ആയതുകൊണ്ട് അവർ ഒരു സംഘടനയുടെ തലപ്പത്ത് ഇരിക്കാൻ പാടില്ലേ എന്ന് ചിന്തിക്കുന്ന കുടുസു മനസ്സിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനും ജാസ്മിൻ ഷായും ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ നഴ്സുമാർ ഇന്ന് ഈ ശമ്പളമെങ്കിലും വാങ്ങുന്നത് എന്നതാണ് സത്യം. നഴ്സുമാർ അവർക്ക് പിന്നിൽ അടിയുറച്ച് നിൽക്കുകയാണ്. അവർക്ക് പരാതികളില്ല, അവർക്ക് വിശ്വാസവുമുണ്ട്. പക്ഷേ ഈ പോരാട്ടം കണ്ടു നിൽക്കുന്ന ചില കമന്റോളുകൾക്കും വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കുമാണ് അനാവശ്യമായിട്ടുള്ള വേവലാതിയുള്ളത്. ഇവർ യഥാർത്ഥത്തിൽ നഴ്സുമാരുടെ ശത്രുക്കളാണ്. അതേസമയം ഇക്കാര്യത്തിൽ കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ നിലപാടുകൾ ഈ കാര്യത്തിൽ അങ്ങേയറ്റം സംശയാസ്പദമാണ്. പിണറായി വിജയനെ പോലൊരു നേതാവ് ഒരിക്കലും ഈ ഹോസ്പിറ്റൽ മുതലാളിമാരെ പിണക്കാൻ തയ്യാറാവില്ല. കാരണം ഇവർ ഈ മാഫിയ നേതാക്കൾക്ക് കൃത്യമായി മാസപ്പടി നൽകുന്നവരാണ്. മുതലാളിമാർക്ക് നഷ്ടമുണ്ടാക്കുന്ന ഒരു നയത്തിനും പിണറായി സർക്കാർ തയ്യാറാകില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. സമരത്തെ തകർക്കാൻ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ ഇപ്പോൾ ജാതിക്കാട് ഇറക്കി കളിക്കുകയാണ്. നഴ്സുമാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി സമരം അടിച്ചമർത്താനാണ് ഈ നീക്കം. രോഗികളെ പിഴിഞ്ഞ് അനാവശ്യ ടെസ്റ്റുകൾ അടിച്ചേൽപ്പിച്ച് കോടികൾ കൊയ്യുന്ന ഈ കൊള്ളക്കാരെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ തയ്യാറാകണം. അതിനായി ശക്തമായ നിയമനിർമ്മാണവും വേണം. പക്ഷേ കമ്മീഷൻ പറ്റുന്ന ഭരണാധികാരികളിൽ നിന്ന് നഴ്സുമാർക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ വെറുതെ ആയിരിക്കാം. നഴ്സുമാരുടെ സമരം ഒരു അതിജീവന പോരാട്ടം കൂടിയാണ്. ഹോസ്പിറ്റൽ മുതലാളിമാരും അവർക്ക് കുടപിടിക്കുന്ന ഭരണകൂടവും എത്രയൊക്കെ ഒതുക്കാൻ ശ്രമിച്ചാലും ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ ഈ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് നീതിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഈ സമരത്തെ തളർത്താൻ നോക്കുന്ന മാനേജ്മെന്റുകൾക്ക് കാലം മറുപടി നൽകും. നഴ്സുമാർ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഈ പോരാട്ടം തുടരണം. പല സ്വകാര്യ ആശുപത്രികളും അതിനെ സമ്മതിച്ചു എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതിന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണയും ആവശ്യമാണ്. മാഫിയകൾക്കെതിരെ മാസപ്പടി വാങ്ങുന്ന ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ നഴ്സുമാർക്കൊപ്പം അണിനിരക്കേണ്ട സമയം കൂടിയാണിത്. ഈ പോരാട്ടം പൂർണ്ണതയിലെത്തണമെങ്കിൽ നിയമനിർമ്മാണവും അനിവാര്യമാണ്. മുതലാളിമാരുടെ ആജ്ഞാനുവർത്തികളായ ഉദ്യോഗസ്ഥരെയും ഭരണാധികാരികളെയും ജനം തിരിച്ചറിയണം. നഴ്സുമാരുടെ വിയർപ്പിനും അധ്വാനത്തിനും വിലയിടാൻ വരുന്നവരെ ആരെയും അനുവദിക്കരുത്. ഈ സമരം ഒരു തുടക്കം മാത്രമായിരിക്കാം. അഴിമതിയുടെയും വർഗീയതയുടെയും കോട്ടകൾ തകർത്ത് നഴ്സുമാർ വിജയിച്ചു കയറുന്ന ആ ദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതെന്തായാലും അടുത്തു തന്നെ ഉണ്ടാവും.